ഡോണ്ട് ബി സാഡ് എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ സംസാരം തുടരുകയാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, വിരസത. ജോലിയിലൂടെയൊക്കെ ഇതിനെ എങ്ങനെ മറികടക്കാം എന്നതിനെ പറ്റിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന്? പലപ്പോഴും അതത്ര സുഖമുള്ള വഴിക്കാവില്ല, അല്ലേ? ശരിയാണ്. ഈ പുസ്തകത്തിലെ ഈ ഭാഗം പറയുന്ന ഒരു പ്രധാന കാര്യം അതാണ്. വെറുതെ ഇരിക്കുന്നത്, ഒരു പ്രവൃത്തിയുമില്ലാതെ ഇരിക്കുന്നത്, അത് പലപ്പോഴും വിഷാദത്തിലേക്കും ഒരുതരം നിരാശയിലേക്കുമൊക്കെ നയിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു പണിയുമില്ലാത്ത മനസ്സ് അത് പഴയ കാര്യങ്ങൾ, ഭൂതകാലത്തിലെ വിഷമങ്ങളിലേക്കും അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ആവശ്യമില്ലാത്ത പേടികളിലേക്കുമൊക്കെ ഇങ്ങനെ അലഞ്ഞുതിരിയും. അതെ അതെ. ഇതിനെങ്ങനെ നേരിടാമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ പുസ്തകം കൃത്യമായിട്ട് ഈ അലസതയുടെ ഒരു അപകടം പറയുന്നുണ്ടല്ലേ. അതായത് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നവരുടെ ചിന്തകൾ പലപ്പോഴും ഈ മറ്റുള്ളവരെ പറ്റിയുള്ള ആവശ്യമില്ലാത്ത സംസാരങ്ങളിലേക്കും കിംവദന്തികളിലേക്കും ഒക്കെ പോകുന്നു. ശരിക്കും പ്രയോജനമുള്ള ചിന്തകൾക്ക് അവിടെ വലിയ സ്ഥലമില്ലാതാവുന്നു. ഇത് വെറും ഒരു തോന്നലല്ല, അല്ലേ? അല്ല, ഇത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് പുസ്തകം കാണുന്നത്. ഇതിനൊരു അടിത്തറ നൽകാൻ ഖുറാനിലെ ഒരു വചനം തന്നെ ഇവിടെ പറയുന്നുണ്ട്. സൂറത്ത് തൗബയിലെ 87-ാമത്തെ ആയത്ത്. അതായത് യുദ്ധത്തിന് പോകാതെ മാറി നിന്നവരെക്കുറിച്ച് പറയുന്ന ഭാഗത്ത്, പിന്നിലായി വീട്ടിലിരിക്കുന്ന സ്ത്രീകളോടൊപ്പമായിരിക്കുന്നതിൽ അവർ സംതൃപ്തി അടഞ്ഞിരിക്കുന്നു, അവരുടെ ഹൃദയങ്ങളിൽ മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു, അതിനാൽ അവർ കാര്യം ഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. ഒരു പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന, ആ നിഷ്ക്രിയത്വം തിരഞ്ഞെടുക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതിനെയാണിത് സൂചിപ്പിക്കുന്നത്. അതെ, ശരിക്കും ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യം തന്നെ. ഈ നിഷ്ക്രിയത്വം എത്രത്തോളം അപകടം പിടിച്ചതാണെന്ന് കാണിക്കാൻ പുസ്തകത്തിലെ വേറൊരു താരതമ്യം പറയുന്നുണ്ടല്ലേ? ഉണ്ട്. വളരെ ശക്തമായ ഒരു ഉപമയാണത്. പഴയ ചൈനയിലെ ഒരു തരം പീഡന രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. തടവുകാരെ ഒരിടത്ത് അനങ്ങാൻ പറ്റാതെ കെട്ടിയിട്ടിട്ട് അവരുടെ തലയിലേക്ക് കൃത്യം ഇടവേളകളിൽ ഓരോ തുള്ളി വെള്ളം വീഴ്ത്തിക്കൊണ്ടേയിരിക്കും. തുടക്കത്തിൽ ഇതൊക്കെ എന്താണെന്ന് തോന്നും. പക്ഷേ മണിക്കൂറുകളോളം, ദിവസങ്ങളോളം ഇത് തുടരുമ്പോൾ ആ ഒരേ അനുഭവം അവരെ മാനസികമായി തകർക്കും, ഭ്രാന്തിലേക്ക് വരെ എത്തിക്കുമെന്ന്. ഭയാനകം തന്നെ. അതുപോലെയാണ് അലസത എന്നാ പറയുന്നത്. നമ്മളറിയാതെ പതുക്കെ അത് നമ്മളെ കാർന്നു തിന്നുന്നു. നമ്മുടെ മനസ്സ് അതിന്റെ ഇരയായി മാറുന്നു. കേൾക്കുമ്പോ തന്നെ ഒരു ഭയം തോന്നുന്നുണ്ട്. വെറുതെ ഇരിക്കുന്നതിന്റെ നമുക്ക് കാണാൻ പറ്റാത്ത ഭാരം നമ്മളെ തളർത്തുന്നു. അപ്പോ ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് പുസ്തകം പറയുന്നത്? ഒരു വഴി ഉണ്ടാവല്ലോ. വഴി വളരെ ലളിതമാണ്, പക്ഷേ നല്ല ശക്തിയുള്ള വഴിയാണ്. പ്രവർത്തിക്കുക. അതാണ് പുസ്തകം പറയുന്നത്. ഇങ്ങനെയാണ്: എഴുന്നേൽക്കൂ, പ്രാർത്ഥിക്കൂ, ദൈവത്തെ സ്തുതിക്കൂ, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കൂ, എന്തെങ്കിലും എഴുതൂ, നിങ്ങളുടെ ലൈബ്രറി ഒന്ന് ഒതുക്കി വയ്ക്കൂ, വീട്ടിലെന്തെങ്കിലും കേടുപാടുകൾ തീർക്കൂ, അതുമല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്യൂ എന്നൊക്കെയാണ്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളെ ആ നിഷ്ക്രിയത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് എന്താണോ അതിലേർപ്പെടുക. അതാണ് പ്രധാനം. വെറുതെ ഇരിക്കാൻ സമ്മതിക്കരുത്. അതെ, ഈ പരിഹാരം വെറുതെ ഇങ്ങനെ പറയുക മാത്രമല്ല, അതിന്റെ ഒരു പ്രായോഗികമായ ഭംഗി കൂടി പുസ്തകം കാണിച്ചു തരുന്നുണ്ടല്ലേ? സാധാരണ ജീവിതത്തിൽ ഇതെങ്ങനെയാണ് കാണുന്നത് എന്നതിന് ഒരു ഉദാഹരണം. തീർച്ചയായും, അതാണ് രസകരം. പുസ്തകം പറയുന്നു, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ എന്ന്. കർഷകർ പാടത്ത് പണിയെടുക്കുന്നത്, ആശാരിമാർ മരക്കണി ചെയ്യുന്നത്, പിന്നെ ഈ റൊട്ടിയുണ്ടാക്കുന്നവരൊക്കെ അത് ശ്രദ്ധയോടെ ചെയ്യുന്നത്, അവരെയൊക്കെ നോക്കാൻ പറയുന്നു. അവരങ്ങനെ ആ ജോലിയിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നത് കാണാം. പലപ്പോഴും അവർ അറിയാതെ എന്തെങ്കിലും മൂളുന്നുണ്ടാവും, ചിലപ്പോൾ പാട്ടുപാടുന്നുണ്ടാവും, അല്ലെങ്കിൽ ചുമ്മാ സന്തോഷത്തോടെ ആ ജോലിയിൽ ലയിച്ചിരിക്കുന്നത് കാണാം. ശരിയാണ്. എന്താ കാരണം? ആ പ്രവൃത്തി അവരിലെ വിരസതയെ അകറ്റിക്കളയുന്നു. ആ നിമിഷം, ആ ജോലി, അതിലാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ. അതൊരു ശരിക്കും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ആ സാധാരണ ജോലികളിൽ അവർ കണ്ടെത്തുന്ന ഒരു സംതൃപ്തിയുണ്ട്. ആ മുഴുകൽ, അത് വെറുതെ സമയം കളയലല്ല, മനസ്സിന് അതൊരു വ്യായാമമാണ്, ഒരു സന്തോഷമാണ്, അല്ലേ? അതെ. ആ പ്രവൃത്തി അവർക്കൊരു സംതൃപ്തി കൊടുക്കുന്നുണ്ട്. വെറുതെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്ന ആ ഒരു അവസ്ഥയല്ല അവിടെ. അധ്വാനത്തിലൂടെ, ആ പ്രവൃത്തിയിലൂടെ വിരസത മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടു വരുന്ന നെഗറ്റീവ് ചിന്തകളെയും അവർ മറികടക്കുകയാണ്. ശരിക്കും അതൊരു മരുന്നുപോലെ പ്രവർത്തിക്കുന്നു. അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ്? ഈ വിരസത, അതുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ
ഇതിനെയൊക്കെ നേരിടാനുള്ള ഏറ്റവും നല്ല വഴി എന്നത് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങളിൽ നമ്മളെ തന്നെ വ്യാപൃതരാക്കുക എന്നതാണ്. മനസ്സിനെ വെറുതെ അലഞ്ഞു നടക്കാൻ വിടരുത്. കൃത്യമായി. പുസ്തകം അവസാനം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അലസത ഒരു കള്ളനെ പോലെയാണ്. നല്ല വൈദഗ്ധ്യമുള്ള കള്ളൻ. നിങ്ങളുടെ മനസ്സാണതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും സംരക്ഷിക്കുക. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി തരാം. ഈ പറഞ്ഞ കർഷകരെയും ആശാരിമാരെയും പോലെയുള്ള സാധാരണ മനുഷ്യരില്ലേ, അവരുടെ ആ ലളിതമായ ജോലികളിൽ അവർ കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയുണ്ട്, ഒരു സമർപ്പണമുണ്ട്. അതിലവരൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ജോലികളോടുള്ള നിങ്ങളുടെ മനോഭാവത്തെ കുറച്ചുകൂടി പോസിറ്റീവാക്കാൻ, കുറച്ചുകൂടി സന്തോഷത്തോടെ സമീപിക്കാൻ എങ്ങനെ സഹായിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.